വളരെ പ്രധാനപ്പെട്ട വാർത്തയുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ മുൻകൂർ ജാമ്യം എന്ന വാർത്ത ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തുകയാണ്. ഹൈക്കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം കിട്ടിയിരിക്കുന്നു. സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ച വാർത്തയിലാണ് ഇപ്പോൾ വിഷയത്തിലാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം എന്ന വാർത്ത ഹൈക്കോടതിയിൽ നിന്ന് വരുന്നു. ഒന്നാമത്തെ അതിജീവിത നൽകിയ പരാതിയിലാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം കിട്ടിയിരിക്കുന്നത്. സായി ഉണ്ട്. സായി, രാഹുൽ മാങ്കൂട്ടത്തിൽ ആശ്വാസമാണ് ഈ ഘട്ടത്തിൽ. ഇപ്പോൾ 3 കേസുകളിലും രാഹുൽ മാങ്കൂട്ടത്തിൽ മുൻകൂർ ജാമ്യം കിട്ടിയിരിക്കുന്നു. ആദ്യത്തെ കേസ് അത് സെഷൻസ് കോടതിയിൽ വന്നിരുന്നു. ഗർഭചിത്രമടക്കമുള്ള വിഷയങ്ങൾ നിർബന്ധിച്ച് ഗർഭചിത്രമടക്കം നടത്തിയതായിരുന്നു ഒന്നാമത്തെ അതിജീവിതയുടെ പ്രധാനപ്പെട്ട കേസ്. ആ കേസിലാണ് ഇപ്പോൾ മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്, അല്ലേ സായി? തീർച്ചയായും ഡോക്ടർ അരുൺകുമാർ, രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ച് ആശ്വാസകരമായിട്ടുള്ള ഒരു വിധിയാണ് ഇപ്പോൾ കോടതിയിൽ നിന്ന് വന്നിരിക്കുന്നത്. ജസ്റ്റിസ് കൗസർ എടപ്പകത്ത് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് ഇപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി പറഞ്ഞിരിക്കുന്നത്. മുൻകൂർ ജാമ്യം നിഷേധിച്ച തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ വിധിക്കെതിരെ നൽകിയ അപ്പീലിലാണ് ഹൈക്കോടതി തീരുമാനമെടുത്തത്. രാഷ്ട്രീയ പ്രേരിതമാണ് ഈ കേസും പരാതിയും എന്നുള്ളതായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പ്രധാനപ്പെട്ട വാദം. അതോടൊപ്പം ബലാത്സംഗ കുറ്റം നിലനിൽക്കില്ല, നിർബന്ധിത ഗർഭചിത്രത്തിന് തെളിവില്ല എന്ന വാദവും രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ കേസിൽ ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം നിർബന്ധിത ഗർഭചിത്രത്തിന് തെളിവില്ല, അതായിരുന്നു അതിജീവിതയുടെ പ്രധാനപ്പെട്ട ആരോപണം. അതിന് തെളിവില്ല എന്നുള്ളതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കോടതി അറിയിച്ചത്. അതോടൊപ്പം അതിജീവിതയ്ക്ക് നേരെ ബലം പ്രയോഗിച്ചതും ഗർഭചിത്രത്തിന് നിർബന്ധിച്ചതും ഉൾപ്പെടെയുള്ള അതിജീവിതയുടെ മൊഴിയിലെ വിവരങ്ങളൊക്കെ അതീവ ഗൗരവതരമാണ് എന്ന് കോടതി ഈ വാദസമയത്ത് പറയുകയും ചെയ്തിരുന്നു. അതിജീവിത ഒരു കാരണവശാലും ഇദ്ദേഹത്തിന് ജാമ്യം കൊടുക്കരുത്, അത്രമേൽ സ്വാധീനമുള്ള വ്യക്തിയാണ്, സാക്ഷികളെ അടക്കം സ്വാധീനിക്കാനുള്ള സാഹചര്യമുണ്ട്, അതിജീവിതയെ സ്വാധീനിക്കാൻ ഭീഷണിപ്പെടുത്താനുമുള്ള സാഹചര്യമുണ്ട്, അതുകൊണ്ട് ജാമ്യം നൽകരുത് എന്നുള്ളതായിരുന്നു പ്രോസിക്യൂഷന്റെ ആവശ്യം. പക്ഷേ ഇപ്പോൾ മുൻകൂർ ജാമ്യം നൽകിയിരിക്കുന്നു. ഈ അന്വേഷണവുമായി ഇപ്പോൾ സഹകരിക്കണം എന്നതടക്കമുള്ള നിബന്ധനകൾ വെച്ചിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. കർശന ഉപാധികളാണ് ഇപ്പോൾ ഈ ജാമ്യവ്യവസ്ഥയിൽ നൽകിയിരിക്കുന്നത്. എല്ലാ ശനിയാഴ്ചയും അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകാൻ ഇപ്പോൾ കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. സാക്ഷികളെ സ്വാധീനിക്കരുത്, മൊബൈൽ ഫോൺ ഹാജരാക്കണം എന്നതടക്കമുള്ള കർശനമായിട്ടുള്ള നിബന്ധനകൾ, ഉപാധികൾ ഇപ്പോൾ ഈ കേസിൽ മുൻകൂർ ജാമ്യം നൽകിക്കൊണ്ട് ഇപ്പോൾ കോടതി പറഞ്ഞിട്ടുണ്ട്. മുൻകൂർ ജാമ്യം നൽകിയിട്ടുണ്ടെങ്കിലും മൊബൈൽ ഫോൺ അടക്കം ഹാജരാക്കണം എന്നതടക്കമുള്ള അന്വേഷണവുമായി എല്ലാവിധത്തിലും രാഹുൽ സഹകരിക്കണം എന്ന കർശന നിർദ്ദേശം കൂടി ഇപ്പോൾ കോടതി പറഞ്ഞിട്ടുണ്ട്. ഡോക്ടർ അരുൺകുമാർ, സാക്ഷികളെ സ്വാധീനിക്കരുത്, മൊബൈൽ ഫോൺ ഹാജരാക്കണം എന്നതടക്കമുള്ള കർശന ഉപാധികളോടെ എല്ലാ ശനിയാഴ്ചയും അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുന്നിൽ ഹാജരാകണം എന്ന കർശന ഉപാധികളോടുകൂടിയാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുന്നത് ഹൈക്കോടതി. ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ പ്രിയപ്പെട്ട പ്രേക്ഷകരെ റോഷിപാൽ കൂടി ചേരുന്നു. റോഷിപാൽ, ഈ ആദ്യത്തെ കേസിലാണ് രാഹുലിന് ആശ്വാസമായിരിക്കുന്നത്. ഒന്നാം ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം കിട്ടിയിരിക്കുന്നു. കർശന ഉപാധികളോടുകൂടിയാണ്. സാക്ഷികളെ സ്വാധീനിക്കരുത്, മൊബൈൽ ഫോൺ അന്വേഷണ സംഘത്തിന് കൈമാറണം, അന്വേഷണ സംഘത്തോട് ഒപ്പം സഹകരിക്കണം, എല്ലാ ശനിയാഴ്ചയും അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണം എന്നീ കർശന നിബന്ധനകളോടെയാണ് ഇപ്പോൾ മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്, അല്ലേ? അരുൺകുമാർ, സ്വാഭാവികമായും രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ നേരത്തെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ഹാജരായ അഭിഭാഷകർ പറഞ്ഞത് എല്ലാ തരത്തിലും അന്വേഷണവുമായി സഹകരിക്കാം, അന്വേഷണ സംഘം ആവശ്യപ്പെടുന്നതിനനുസരിച്ച് ചോദ്യം ചെയ്യലിന് ഹാജരാകാം, അതിന് യാതൊരു തടസ്സവുമില്ല, എന്ത് തരത്തിലുള്ള നിബന്ധന അന്വേഷണ സംഘം മുന്നോട്ട് വെച്ചാൽ അത് അംഗീകരിക്കാമെന്ന നിലപാടിലേക്ക് എത്തുകയായിരുന്നു. ഈ സാഹചര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ഇപ്പോൾ മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. പക്ഷേ അന്വേഷണ സംഘവുമായി സഹകരിക്കണം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവുകളടക്കം രാഹുൽ മാങ്കൂട്ടത്തിന്റെ മൊബൈൽ ഫോണിലാണുള്ളത്. അതിൽ ഒരു മൊബൈൽ ഫോൺ ഇനിയും കണ്ടെത്തേണ്ടതുണ്ട്. അതിനൊപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേഴ്സണൽ ലാപ്ടോപ്പ് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ ഈ കേസുകളുമായി ബന്ധപ്പെട്ട അന്വേഷണ സംഘത്തിന് തെളിവുകൾ പലതും ലഭിച്ചിട്ടില്ല എന്നത് ഏറ്റവും രാഹുൽ മാങ്കൂട്ടത്തിന് ലഭിക്കേണ്ട പ്രധാനപ്പെട്ട ചില തെളിവുകൾ, അത് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ അടക്കം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അത് സഹകരിക്കണമെന്ന് പലവട്ടം ആവശ്യപ്പെട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ സഹകരിച്ചിരുന്നില്ല. ഈ കാര്യങ്ങളടക്കം അതിനപ്പുറത്തേക്ക് ഈ ഇരകൾക്കെതിരെ രാഹുൽ മാങ്കൂട്ടത്തിലും സംഘവും തുടർച്ചയായി നടത്തുന്ന സൈബർ ആക്രമണങ്ങൾ, അത് ഭീഷണിയാണ്, അത് ബ്ലാക്ക് മെയിലിംഗ് എന്ന വാദമാണ് പ്രോസിക്യൂഷന്റെ ഭാഗത്ത് ഉണ്ടാകുന്നത്. കാരണം അവരെ പിന്തിരിപ്പിക്കാൻ വേണ്ടി, സാക്ഷികളെ ഭീഷണിപ്പെടുത്തുന്നതിന് വേണ്ടി അങ്ങനെയൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളെ ഉപയോഗിക്കുന്നു എന്ന വിമർശനമാണ് ഉണ്ടായത്. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ വാദങ്ങൾ പരിഗണിച്ചുകൊണ്ട് മുൻകൂർ ജാമ്യം നൽകുമ്പോൾ തന്നെ സ്വാഭാവികമായുള്ള നിബന്ധനകൾ, അത് മുന്നോട്ട് വെക്കുന്ന നിബന്ധനകൾ, ഒന്ന്, സാക്ഷികളെ സ്വാധീനിക്കാൻ പാടില്ല, ഇരകളെ ഭീഷണിപ്പെടുത്താൻ പാടില്ല എന്നതാണ്. അതിനപ്പുറത്തേക്ക് ഈ അന്വേഷണ സംഘം ആവശ്യപ്പെടുന്ന എല്ലാ കാര്യങ്ങളും നൽകണം. അത് മൊബൈൽ ഫോണാകട്ടെ, മറ്റ് ഡിജിറ്റൽ ഉപകരണങ്ങളാകട്ടെ, എല്ലാം
കൈമാറിക്കൊണ്ട് അന്വേഷണ സംഘവുമായി സഹകരിക്കണം എന്ന ഏറ്റവും പ്രധാന നിബന്ധനയാണ്. നിലവിൽ രാഹുൽ മാങ്കുട്ടത്തിനെതിരെ 3 കേസുകളാണ്, ലൈംഗിക അതിക്രമ കേസുകളാണുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കേസുകൾ ഒന്നുകൂടിയാണിത്. ഭീഷണിപ്പെടുത്തി ഗർഭചിത്രം ചെയ്ത അടക്കമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. രാഹുൽ മാങ്കുട്ടത്തിന്റെ ശബ്ദമടക്കം പുറത്തുവന്നതാണ്. പെൺകുട്ടി അസഭ്യം പറയുന്നത്, ഭീഷണിപ്പെടുത്തുന്ന അടക്കമുള്ള ശബ്ദരേഖകളായിരുന്നു പുറത്തേക്ക് വന്നത്. ആ ശബ്ദരേഖകളൊക്കെ പുറത്തു വന്നതിന് ശേഷമാണ് പെൺകുട്ടി പിന്നീട് സൈബർ ആക്രമണം അടക്കം കടുത്ത സാഹചര്യത്തിലായിരുന്നു പരാതിയുമായി പോലീസിനെ സമീപിക്കുന്നത്. ഏതായാലും ഏറ്റവും ഗൌരവമായി തന്നെ അത് പരിഗണിച്ച രാഹുൽ മാങ്കുട്ടം മൊബൈൽ ഫോൺ പോലീസിന് നൽകാൻ കോടതി ഉത്തരവിട്ടിരിക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ മൊബൈൽ ഫോണിൽ തന്റെ രഹസ്യ വിവരങ്ങൾ ഉണ്ടെന്നും തനിക്ക് തന്റെ ഡിഫൻസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന തെളിവുകളുണ്ട് എന്നുള്ളതുമാണ് മൊബൈൽ ഫോണിന്റെ പാസ്വേഡ് കൊടുക്കാഞ്ഞതിൽ പ്രധാനമായിട്ടും പറയുന്നത്. ഇപ്പോൾ ആ ഫോൺ പോലീസിന് കൈമാറണം എന്നുകൂടി പറയുമ്പോൾ തെളിവുകൾ നശിപ്പിക്കരുത്, അന്വേഷണത്തോട് സഹകരിക്കണം, കർശന നിബന്ധനകളാണ് അല്ലേ? അരുൺകുമാർ, സ്വാഭാവികമാണ്. കാരണം ഇതിൽ പെൺകുട്ടികളുടെ നഗ്ന ദൃശ്യങ്ങളടക്കം അവരുടെ സ്വകാര്യ ദൃശ്യങ്ങളടക്കം രാഹുൽ മാങ്കുട്ടത്തിൽ ചിത്രീകരിച്ച് സൂക്ഷിച്ചിട്ടുണ്ട് എന്ന് പ്രോസിക്യൂഷൻ പറയുന്നുണ്ട്. ആ സൂക്ഷിച്ച ദൃശ്യങ്ങളടക്കം വീണ്ടെടുക്കാൻ വേണ്ടിയാണ് പോലീസ് രാഹുൽ മാങ്കുട്ടത്തിലെ മൊബൈൽ ഫോണിന്റെ പാസ്വേഡ് ചോദിച്ചത്. നേരത്തെ മറ്റു ചില കേസുകളിലും രാഹുൽ മാങ്കുട്ടത്തിൽ ആ ഫോണിന്റെ പാസ്വേഡ് കൈമാറാൻ തയ്യാറായിരുന്നില്ല. കാരണം ആ പാസ്വേഡ് ലഭിച്ചാൽ മാത്രമാണ് പോലീസിന് വിശദമായ പരിശോധനയിലേക്ക് കടക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നിർബന്ധമായും രാഹുൽ മാങ്കുട്ടത്തിനോട് ഇതിന്റെ പാസ്വേഡ് ആവശ്യപ്പെട്ടെങ്കിലും അത് അന്വേഷണ സംഘത്തിന്റെ മേധാവി അടക്കം ആവശ്യപ്പെട്ടെങ്കിലും രാഹുൽ മാങ്കുട്ടത്തിൽ അത് കൈമാറിയിരുന്നില്ല. എന്നാൽ ഇപ്പോൾ കോടതി ഈ നിർദ്ദേശം നൽകുമ്പോൾ സ്വാഭാവികമായും പാസ്വേഡ് കൂടി നൽകേണ്ടി വരും. മൊബൈൽ ഫോൺ നൽകുമ്പോൾ അത് പരിശോധിക്കാൻ വേണ്ടിയാണ് പോലീസിന് മൊബൈൽ ഫോൺ നൽകാൻ കോടതി ആവശ്യപ്പെടുന്നത്. അങ്ങനെ ആവശ്യപ്പെടുമ്പോൾ അതിന്റെ പാസ്വേഡ് കൂടി നൽകേണ്ടി വരും. ആ ഫോൺ പരിശോധിച്ചാൽ ഈ പെൺകുട്ടികളുടെ നഗ്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെ അതിനകത്ത് കണ്ടെത്താൻ കഴിയുമെന്ന പ്രതീക്ഷയാണ്. അത് നശിപ്പിച്ചാൽ പോലും അത് ഫോറൻസിക് ലാബിൽ വെച്ച് വീണ്ടെടുക്കാൻ കഴിയും. ആ നഗ്ന ദൃശ്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് പെൺകുട്ടികളെ ഭീഷണിപ്പെടുത്തിയത് രാഹുൽ മാങ്കുട്ടത്തിൽ. അങ്ങനെ പരാതിയുമായി മുന്നോട്ട് വന്നാൽ ഈ ദൃശ്യങ്ങൾ പുറത്തുവിടുമെന്ന് അടക്കം ഭീഷണിപ്പെടുത്തിയെന്നാണ് പരാതിക്കാരി നൽകിയ മൊഴി. അത് പോലീസിന് നൽകിയ മൊഴിയിൽ അത് പ്രത്യേകം പറയുന്നുണ്ട്. ആ ദൃശ്യങ്ങൾ രാഹുൽ മാങ്കുട്ടത്തിന്റെ കൈവശമുള്ളത് തന്റെ ജീവന് ഭീഷണിയാണെന്ന് ആ പെൺകുട്ടി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആ ദൃശ്യങ്ങൾ കണ്ടെടുക്കേണ്ടത് അനിവാര്യമാണ്. അതുകൊണ്ടാണ് പോലീസ് ആ മൊബൈൽ ഫോൺ ആദ്യഘട്ടത്തിൽ തന്നെ കണ്ടെത്തിയത്. പക്ഷേ ആ മൊബൈൽ ഫോണിന്റെ പാസ്വേഡ് ഇനി രാഹുൽ മാങ്കുട്ടത്തിൽ സ്വാഭാവികമായും കൈമാറേണ്ടി വരും. അത് ശാസ്ത്രീയ പരിശോധനയ്ക്ക് ആ ഫോൺ വിധേയമാക്കും. ആ വിധേയമാക്കി അതിൽ നിന്നും ദൃശ്യങ്ങളടക്കം കണ്ടെടുത്തു കഴിഞ്ഞാൽ അത് രാഹുൽ മാങ്കുട്ടത്തിന് മറ്റൊരു കുരുക്കായി മാറും. അത് മറ്റൊരു വകുപ്പ് കൂടി അതിൽ ഈ പെൺകുട്ടികളുടെ നഗ്ന ദൃശ്യങ്ങൾ സൂക്ഷിക്കുന്നതും ഭീഷണിപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട കൂടുതൽ കടുത്ത വകുപ്പുകൾ കൂടി രാഹുൽ മാങ്കുട്ടത്തിന്റെ മേൽ ചുമത്താനുള്ള സാധ്യതയുമുണ്ട്. ഏതായാലും ലൈംഗിക അതിക്രമ കേസ് അത് ഒന്നല്ല, അതൊരു സീരിയൽ കേസുകളാണ് രാഹുൽ മാങ്കുട്ടത്തിനെതിരെ. കൂടുതൽ പെൺകുട്ടികൾ പരാതി പറയാതിരിക്കാൻ കാരണം തന്നെ ഈ ഭീഷണി, സാമൂഹ്യ മാധ്യമത്തിലൂടെയുള്ള ഭീഷണിയും അവരെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലുള്ള സന്ദേശങ്ങൾ വരുന്നതുമാണെന്ന് ഇതിൽ രണ്ടാമത് പരാതി നൽകിയ പെൺകുട്ടി അവർ KPCC അധ്യക്ഷന് കൈമാറിയ പരാതിയിൽ തന്നെ അത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കാരണം തുടർച്ചയായുള്ള ഈ അധിക്ഷേപങ്ങൾ അവരുടെ ജീവൻ ഉൾപ്പെടെ ഭീഷണിയാണ്. അതുകൊണ്ട് പല പെൺകുട്ടികളും പരാതി പറയുന്നില്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ സാമൂഹ്യ മാധ്യമത്തിലടക്കം ഇരകളെ, അതിജീവിതമാരെ അധിക്ഷേപിക്കുന്ന ഒരു സാഹചര്യം കൂടി ചൂണ്ടിക്കാണിച്ചാണ് രാഹുൽ മാങ്കുട്ടത്തിന് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടത്. പക്ഷേ കോടതി രാഹുൽ മാങ്കുട്ടത്തിന്റെ വാദങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ കർശന ഉപാധികളോടെ, അതും ആ മൊബൈൽ ഫോൺ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായി ഭാവിയിൽ മാറാൻ സാധ്യതയുള്ള ആ മൊബൈൽ ഫോണിന്റെ പാസ്വേഡ് കൂടി, അല്ലെങ്കിൽ ആ മൊബൈൽ ഫോൺ കൈമാറണമെന്ന നിർദ്ദേശത്തോടുകൂടി ഇപ്പോൾ മുൻകൂർ ജാമ്യം അനുവദിക്കുന്നത്. ഇനി സ്വാഭാവികമായും ഈ കേസുമായി ബന്ധപ്പെട്ട രാഹുൽ മാങ്കുട്ടത്തിലെ അന്വേഷണ സംഘത്തിന് ചോദ്യം ചെയ്യേണ്ടി വരും. ആദ്യ കേസിൽ ഇതിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരു കേസിൽ മാത്രമാണ് ചോദ്യം ചെയ്ത്, മറ്റു 2 കേസുകളിലും ചോദ്യം ചെയ്തിരുന്നില്ല. ഇനി ആദ്യ പരാതിയിൽ, ആദ്യത്തെ കേസിൽ രാഹുൽ മാങ്കുട്ടത്തിനെ വൈകാതെ അന്വേഷണ സംഘത്തിന് ചോദ്യം ചെയ്യേണ്ടി വരും. രാഹുൽ മാങ്കൂട്ടത്തിൽ ആശ്വാസകരമായ വിധിയാണ് ഇപ്പോൾ 3 കേസുകളിലും. ഇതോടുകൂടി ഇപ്പോൾ നിലവിൽ മുൻകൂർ ജാമ്യം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം കൊടുക്കുമ്പോൾ കോടതി വിധിയിലുള്ളത് എല്ലാ ശനിയാഴ്ചയും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഹാജരാകണം. ഈ 16-ാം തീയതി അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുന്നിൽ ഹാജരാകണം. സാക്ഷികളെ സ്വാധീനിക്കാൻ പാടില്ല. ഒപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ തെളിവുകൾ നശിപ്പിക്കാൻ പാടില്ല. രാഹുൽ മാങ്കൂട്ടത്തിലെ മൊബൈൽ ഫോണുകൾ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കൈമാറണം എന്നുള്ളതാണ്. നേരത്തെ അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞത് അത് തരാൻ
രാഹുൽ മാങ്കൂട്ടത്തിൽ തയ്യാറായിരുന്നില്ല. അതിൽ മറ്റ് രഹസ്യ വിവരങ്ങളും തനിക്ക് അനുകൂലമായിട്ടുള്ള ചാറ്റുകളും ഈ ഫോണിലുള്ളത് കൊണ്ട് ആ ഫോണുകൾ അന്വേഷണ ഉദ്യോഗസ്ഥർ നശിപ്പിക്കാൻ സാധ്യതയുണ്ട് എന്നതായിരുന്നു ഒരു പ്രധാനപ്പെട്ട വാദം. എന്നാൽ ഇപ്പോൾ കോടതി തന്നെ പറയുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഫോൺ പോലീസിന് അന്വേഷണ സംഘത്തിന് കൈമാറണം. കർശന ഉപാധികളോടുകൂടിയാണ് 1-ാം ബലാത്സംഗ കേസിൽ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ഇപ്പോൾ 1, 2, 3 കേസുകളിൽ രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം കിട്ടിയിട്ടുണ്ട്. 2ാമത്തെ കേസിൽ മാത്രമാണ് പോലീസ് അന്വേഷണം നടത്തിയതും കൂടുതൽ ഡീറ്റെയിലിംഗിലേക്ക് പോയതും. 1ാമത്തെ കേസിലേക്ക് ഇനിയിപ്പോൾ അന്വേഷണത്തിലേക്ക് പോകാം, ചോദ്യം ചെയ്യാം. 16-ാം തീയതി രാഹുൽ മാങ്കൂട്ടത്തിന് ഒരുപക്ഷെ 1-ാം ബലാത്സംഗ കേസുമായി ബന്ധപ്പെട്ട പോലീസ് ചോദ്യം ചെയ്യും. കുറച്ച് നാൾ 10 ദിവസത്തോളം ഒളിവിൽ താമസിച്ചതിന് ശേഷമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പിന്നീട് ജാമ്യം കിട്ടി പുറത്തു വരുന്നത്. അതിനുശേഷമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ 3ാമത്തെ ഒരു കേസ് കൂടി വരുന്ന സാഹചര്യം ഉണ്ടാവുന്നത്. ആ കേസിലും രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം കിട്ടിയിരുന്നു. ഇനി മുൻകൂർ ജാമ്യം കിട്ടുമ്പോൾ വളരെ പ്രധാനപ്പെട്ട കാര്യം, ഏറ്റവും സുപ്രധാന തെളിവുകൾ ഉണ്ടെന്ന് കരുതുന്ന മൊബൈൽ ഫോണുകളടക്കം പോലീസിന് കൈമാറണം എന്നുള്ളതാണ്. അപ്പോൾ ഒരേ സമയം രാഹുലിന് ആശ്വാസമാണ്, അതേസമയം മൊബൈൽ ഫോൺ കൈമാറണം എന്നുള്ളത് അന്വേഷണ സംഘത്തെ സംബന്ധിച്ചും തെളിവുകൾ ശേഖരിക്കാൻ കുറച്ച് ഗുണകരം കൂടിയാണ്.